നസ്കർ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളെന്ന് അവകാശപ്പെടുന്ന ആൻഡോയും സഹോദരന്മാരും യഥാർത്ഥ തട്ടിപ്പുകാരാണെന്ന് ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞ മാധ്യമ സ്ഥാപനം മറുനാടനായിരുന്നു. അതിന് ഞങ്ങൾ വലിയ വിലയും കൊടുക്കേണ്ടി വന്നു. ഏതാണ്ട് 2013-14 കാലഘട്ടം മുതൽ ഞങ്ങൾ ഇവരുടെ തട്ടിപ്പുകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. ആരാണ് ഈ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ? എങ്ങനെയാണ് ഇവർ തട്ടിപ്പുകൾ നടത്തുന്നത്? ഇതുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. ഒരെണ്ണം വളരെ ചെറുതാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ജിനീഷ് ലാൽ PM എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇങ്ങനെ എഴുതി: ആരാണ് ആൻഡോ? വ്യാജരേഖ ചമച്ച് കോടികൾ ബാങ്ക് ലോൺ എടുത്ത് തട്ടിപ്പ് നടത്തുമ്പോൾ ആൻഡോയുടെ പ്രായം 24 25 മാത്രമാണ്. കൊച്ചിയിലെ കുടിസുമുറിയിൽ ഓഫീസിൽ 2 കമ്പ്യൂട്ടറും ഒരു ലേഡി സ്റ്റാഫിനെയും വെച്ച് 3000 കോടി നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ച് മാംഗോ ഫോൺ തട്ടിപ്പ് ആസൂത്രണം ചെയ്യുമ്പോഴും അയാളുടെ പ്രായം 26. ഈ ലേഡി സ്റ്റാഫ് ഈ ആൻഡോയ്ക്കെതിരെ കൊടുത്ത പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ട് പിന്നീട് ഭീഷണിപ്പെടുത്തി പരിഹരിച്ചതാണെന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അക്കാലത്ത് സിനിമാ താരങ്ങളും സെലിബ്രിറ്റികളും അയാളുടെ തട്ടിപ്പറിയാതെ അന്ന് തല വെച്ചു കൊടുത്തു. 30കൾ പ്രായമുള്ളപ്പോഴാണ് അയാൾ മുട്ടിൽ മരമുറി ആസൂത്രണം ചെയ്യുന്നത്. സംരക്ഷിത മരങ്ങളടക്കം നാട്ടുകാരെ വ്യാജരേഖ കാണിച്ച് മുറിച്ചു കടത്തിയ തട്ടിപ്പ് 100 കോടിയുടേതാണ്. ലക്ഷങ്ങൾ പിഴ വന്ന നാട്ടുകാർക്ക് മരം മുറിച്ചു നൽകിയ വകയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് 5000-ഉം 10,000-ഉം വെറും വാഗ്ദാനമായിരുന്നു. മരം മുറിച്ചു കടത്തിയ പണത്തിൽ ഒരു പങ്ക് ചാനലിൽ നിക്ഷേപിച്ച് പലരെക്കുറിച്ചും ഭീഷണിപ്പെടുത്തിയും സുഖിപ്പിച്ചും പണം വാങ്ങിയെന്ന് വെളിപ്പെടുത്തിയത് റിപ്പോർട്ടറിലെ മുൻ മാധ്യമ പ്രവർത്തകനാണ്. ചൂരൽമലയിൽ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. ഒരു കല്ലുപോലും ഇതുവരെ ഇട്ടിട്ടില്ല. മെസ്സിയുടെ പേര് പറഞ്ഞായിരുന്നു പിന്നീട് തട്ടിപ്പ്. വെറും വാക്കിൻ്റെ പുറത്ത് സർക്കാരിൻ്റെ സ്റ്റേഡിയം കൈമാറി തണൽ മരങ്ങൾ മുറിച്ചു. പെയിന്റ് മാറ്റിയടിച്ച് വാറണ്ടി നഷ്ടപ്പെടുത്തി. പകുതിയായി സ്റ്റേഡിയം ഉപേക്ഷിച്ച് സ്കൂട്ടായി. ഇപ്പോൾ വരുന്ന വിവരം പ്രകാരം കേരളത്തെ കളിക്കാൻ അർജന്റീനയെ ക്ഷണിക്കുകയോ പണമടയ്ക്കുകയോ ചെയ്തില്ലെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ഇത്രയും തട്ടിപ്പ് നടത്തിയൊരു മനുഷ്യൻ കോട്ടും സ്യൂട്ടും ഇട്ട് മാധ്യമപ്രവർത്തകർക്കിടയിലിരുന്ന് അഭിപ്രായം പറയാൻ ധൈര്യം എങ്ങനെ ലഭിക്കുന്നു? ഉത്തരം ഒന്ന് മാത്രം: അയാൾ കമ്മികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ടി ട്രീ കട്ടർ ചാനൽ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നു. CPM മാത്രം കിട്ടുന്ന പ്രിവിലേജാണിത്. ബാങ്ക് കൊള്ള മുതൽ മരം വെട്ട് വരെയുള്ള തട്ടിപ്പ്, മാംഗോ ഫോണും മെസ്സിയും പോലെയുള്ള നിഗൂഢ ഗൂഢാലോചനകൾ. അത്തരമൊരു തട്ടിപ്പുകാരന് മാധ്യമപ്രവർത്തക വേഷത്തിൽ സ്വീകരണ മുറിയിൽ വരാൻ കഴിയുന്നത് അയാൾ കമ്മികളെ ഊഞ്ഞാലാട്ടുന്നത് കൊണ്ട് മാത്രമാണ്. ഇത്രയും തട്ടിപ്പ് നടത്തിയ ഒരാളെ തൊടാൻ കഴിയില്ലെങ്കിൽ, അയാളുടെ ചാനൽ വഴി ദിവസവും മാലിന്യം പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ്. 20കളിൽ കോടികൾ തട്ടിപ്പ് നടത്തി തുടങ്ങിയ ആൻഡോ എന്ന തട്ടിപ്പുകാരനെ ചികഞ്ഞാൽ നാറുന്ന സിമന്റ് തറയിൽ ഒതുക്കാൻ പറ്റുന്ന കുറേ ബാക്ക് സ്റ്റോറികൾ ഉണ്ടാകും. സർക്കാർ അന്വേഷിക്കണം. അയാൾ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകാരനാണ്. ഇദ്ദേഹം പറയാതെ പോയ അനേകം കേസുകളെക്കുറിച്ച് എനിക്കും നിശ്ചയമുണ്ട്. തീർച്ചയായും അന്വേഷിച്ച മതിയാവൂ ഈ തട്ടിപ്പുകാരനെക്കുറിച്ചും ഇയാളുടെ ഇടപാടിനെക്കുറിച്ചും. 3 വർഷം മുമ്പ് റിപ്പോർട്ടർ ചാനൽ കള്ളൻ ആൻഡോയും കൂട്ടരും ഏറ്റെടുക്കുമ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ MB ബഷീർ തൻ്റെ ഫേസ്ബുക്കിൽ 2 പോസ്റ്റുകൾ എഴുതിയിരുന്നു. ഈ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പരാതിപ്പെട്ട് അവർ നീക്കം ചെയ്തിരുന്നു. എങ്കിലും ആ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് ഇന്നും ബഷീർ സൂക്ഷിച്ചു വയ്ക്കുന്നു. ബഷീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ആരാണ് മരമുറി കള്ളന്മാർ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈ മാസം 28-നും 30-നും 2 പോസ്റ്റുകളാണ് MB ബഷീർ ഇടുന്നത്. ജൂലൈ 28-ന് ബഷീർ എഴുതിയത് മനോരമ പന്തല്ലൂർ ക്ഷേത്രഭൂമി അപഹരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും അതിൻ്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്ററായിരുന്ന നികേഷ് കുമാറിനുള്ള ഉപദേശമായിരുന്നു. എന്നിട്ട് 30-ാം തീയതി ഇങ്ങനെ വിശദമായി കുറിച്ചു: റിപ്പോർട്ടർ ചാനലിൻ്റെ പുതിയ ഉടമകളായ മാങ്ങാ മുതലാളിമാരെ കുറിച്ച് എനിക്കറിയാവുന്നത് പറയാമെന്ന് കഴിഞ്ഞ പോസ്റ്റിൽ എഴുതിയിരുന്നു. ന്യൂസ് റൂമിലെ പടുമരങ്ങളും ഒരു എഡിറ്ററുടെ മരണവും എന്നോ മറ്റോ തലക്കെട്ടിട്ട് ഒരു ലേഖനമായി ചമച്ച് ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് പണം പറ്റിയാലോ എന്നാലോചിച്ചതാണ്. അപ്പോഴാണ് K സുനിൽകുമാറിനെ പോലെ ചിലർ നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ഏനക്കേടുണ്ടാക്കിയത്. അതുകൊണ്ട് അതിവിടെ തന്നെ പറയാം. എനിക്ക് MV നികേഷ് കുമാറിനോട് വലിയ വിയോജിപ്പുകളുണ്ട്. താൻ ചെയ്യുന്നതെല്ലാം യുഗപരിവർത്തനത്തിൻ്റെ മുന്നൊരുക്കങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും തനിക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ആ ഉദ്യമങ്ങളെ പിന്തുണയ്ക്കാൻ ധാർമ്മികമായ ബാധ്യതയുണ്ടെന്ന് ആത്മാർത്ഥമായി കരുതുകയും ചെയ്യുന്ന ഒരാളാണ് നികേഷ്. സാമൂഹിക പ്രശ്നങ്ങളോടുള്ള സമീപനങ്ങളിലെ ആഴമില്ലായ്മ, വായനാ ദാരിദ്ര്യം, വൊക്കാബുലറി കമ്മി, അങ്ങനെ പല കുറ്റങ്ങളും കുറവുകളും അദ്ദേഹത്തെക്കുറിച്ച് തോന്നാറുണ്ട്. ഏറിയ കൂറും വലതുപക്ഷ രാഷ്ട്രീയ മനോനിലകളിൽ അഭിരമിക്കുമ്പോഴും ഇടതുപക്ഷ മേലാടകൾ എളുപ്പം എടുത്തണിയാനും ഒരു വലിയ ജനസഞ്ചയത്തിൽ നിന്ന് അഭംഗുരം കയ്യടി നേടാനുമുള്ള നികേഷിൻ്റെ ശേഷിയെ ചിലപ്പോൾ കാപട്യമെന്ന് സംശയിക്കുകയും മറ്റു ചിലപ്പോൾ ആൻസസ്ട്രൽ പ്രിവിലേജ് എന്ന് കളിയാക്കുകയും ചെയ്യാറുണ്ട്. എങ്കിലും നികേഷിനെ എനിക്ക് വ്യക്തിഗതമായ പ്രൊഫഷണലായും ഇഷ്ടമാണ്. ഏതെങ്കിലും ചില കള്ളികളിൽ ഒതുങ്ങി നിൽക്കാതെ വാർത്തകളോടുള്ള അദ്ദേഹത്തിൻ്റെ തുറന്ന മനസ്സും പകലന്തിയോളം പണിയെടുക്കാനും അത് മാസങ്ങളോളം കൊല്ലങ്ങളോളം മടുപ്പില്ലാതെ തുടരാനുമുള്ള നിശ്ചയദാർഢ്യവും എന്നെ മാത്രമല്ല ഞങ്ങളുടെ തൊഴിലിടത്തിൽ പലരെയും സ്വാധീനിച്ചിട്ടുണ്ട്.
സ്റ്റോറി പിച്ചുകളോടുള്ള പ്രതികരണത്തിലെ ചടുലത എന്നെ കൊതിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരാൽ നിയന്ത്രിതമായ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഒരിക്കലും പൊറുക്കാനാവാത്ത പരാതിയുള്ളത് പക്ഷെ മറ്റൊരു കാര്യത്തിലാണ്. അദ്ദേഹമാണ് പോർച്ചുഗീസ് വേരുകളുള്ള നല്ല മുന്തിയിനം അൽഫോൻസ എന്ന വിവരണത്തോടെ 3 കെട്ട വയനാടൻ കോമാങ്ങകളെ എനിക്ക് ചൂണ്ടിക്കാട്ടി തന്നത്. നികേഷിനോടുള്ള അടുപ്പവും അഭിപ്രായ വ്യത്യാസവുമെല്ലാം നിലനിൽക്കെ തന്നെ 2020 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ എഡിറ്ററായത്. എഡിറ്റർ ഇൻ ചീഫ് എന്ന് അച്ചടിച്ചു തന്ന നിയമന ഉത്തരവ് ഞാൻ തന്നെ തിരുത്തി എഡിറ്റർ ഇൻ ചാർജ് ആക്കുകയായിരുന്നു. അഴീക്കോട് ഇലക്ഷനിൽ തോറ്റ് ആ ചോരത്തെളുപ്പ് പരിപാടി പാതിവഴിയിൽ നിർത്തി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ചാനൽ അവസാന ശ്വാസം വലിക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ആ വിളി. 45 പേരുടെ ഒരു പുതിയ ട്രെയിനി ബാച്ചിന് എടുത്തിട്ടുണ്ട്. അവരോട് സംസാരിക്കണമെന്നായിരുന്നു ആവശ്യം. ഞാൻ കളമശ്ശേരി ചെന്നു. ജേർണലിസം പഠിച്ചവരും പഠിക്കാത്തവരും ഡിഗ്രി ജയിച്ചവരും തോറ്റവരും എല്ലാം അടങ്ങുന്ന 10-40 പേർ. 2 ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ഡെസ്ക് ഒന്ന് നോക്കി നടത്താൻ ഇവിടെ നിൽക്കാമോ എന്ന് നികേഷ് ചോദിച്ചത്. അങ്ങനെയാണ് 7 മാസം അവിടെ പെട്ടത്. അക്കാലത്ത് ചാനലിൻ്റെ 1-ാം നിലയും 3-ാം നിലയും നോക്കി നടത്തുന്നവരായിരുന്നു ഈ അഗസ്റ്റിൻ സഹോദരന്മാർ, ആൻഡോ, ജോസുകുട്ടി, റോജി അഗസ്റ്റിന്മാർ. 1-ാം നിലയിൽ HR-ഉം അഡ്മിനും അക്കൗണ്ട്സും, 3-ാം നിലയിൽ മാംഗോ ഫോൺ കമ്പനിയുടെ ഉപേക്ഷിക്കപ്പെട്ട എന്തൊക്കെ സാമഗ്രികൾ. ഇവരാണ് നമ്മുടെ ഇനിയുള്ള രക്ഷകർ എന്ന മട്ടിലാണ് നികേഷ് പരിചയപ്പെടുത്തിയത്. താമസ സ്ഥലം ഒരുക്കാനും മറ്റും 50,000 രൂപ ഞാൻ അഡ്വാൻസ് ചോദിച്ചിരുന്നു. ചോദിച്ചത് നികേഷിനോടാണെങ്കിലും പണം ക്രെഡിറ്റ് ആയത് ആൻഡോയുടെ അക്കൗണ്ടിൽ നിന്നാണ്. രക്ഷകൻ തന്നെ. മീറ്റിങ്ങുകളിലേക്ക് കടന്നപ്പോഴാണ് ആളുകളെ ശരിക്കും അങ്ങ് മനസ്സിലായി തുടങ്ങിയത്. അവരുടെ ചിന്ത മുഴുവൻ വാർത്തകളെ എങ്ങനെ പുറത്തു വിൽക്കാം എന്നായിരുന്നു. പ്രാഞ്ചിയേട്ടന്മാരെ സുഖിപ്പിക്കുക, അല്ലാത്ത പണക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇത് മാത്രമേ അവർക്കറിയുമായിരുന്നുള്ളൂ. അതിനുവേണ്ടി വാർത്താസംഘത്തിന് മുഴുവൻ അവർ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. ആപ്പിൾ ഫോണിനെ വെല്ലുവിളിച്ച് അവർ തുടങ്ങിയ മാംഗോ ഫോൺ ലോഞ്ച് ചെയ്ത ദിവസം തന്നെ 3 ജയിലിൽ പോയ കഥയിലെ പോലീസ് അനീതി ഒരു പ്രതിരോധവുമില്ലാതെ കേട്ടിരിക്കേണ്ടി വന്നു. രക്ഷകരുമായുള്ള എൻ്റെ സൗഹൃദം പക്ഷെ പെട്ടെന്ന് തകർന്നു തുടങ്ങി. കൃത്യമായി പറഞ്ഞാൽ 5-ാം ദിവസം കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമായി നിലനിന്ന കാലമായിരുന്നത്. കോതമംഗലത്തെ റോയ് കുര്യൻ എന്നൊരു പാറമട മുതലാളി കോവിഡ് നിയമങ്ങൾ ലംഘിച്ച് റോൾസ് റോയ്സ് വാഹനങ്ങളുടെ ഒരു പരേഡ് നടത്തിയതിന് പോലീസ് കേസെടുത്തു. ഏതാനും മാസം മുമ്പ് ഇതേയാൾ തൻ്റെ ഗ്രാനൈറ്റ് ക്വാറിയുടെ ഉദ്ഘാടനത്തിന് കോവിഡ് നിയമങ്ങൾ ലംഘിച്ച് മഴനൃത്തം നടത്തിയതും കേസായിരുന്നു. കോതമംഗലം സ്റ്റേഷനിൽ നിരനിരയായി നിർത്തിയിട്ട റോൾസ് റോയ്സ് വാഹനത്തെക്കുറിച്ചും ഒരു പണച്ചാക്കിൻ്റെ തുടർച്ചയായി കോവിഡ് നിയമലംഘനങ്ങളെക്കുറിച്ചും സ്റ്റോർ ചെയ്യാനാണ് ഒരു റിപ്പോർട്ടറും ക്യാമറാമാനും പുറപ്പെട്ടു പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അത് റോയ് കുര്യൻ്റെ അവദാനങ്ങളായി മാറ്റിക്കൊടുക്കണമെന്നായിരുന്നു പുതിയ രക്ഷകന്മാർ വാശി പിടിച്ചത്. ജോലി തുടങ്ങി ആഴ്ചയിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടാകുന്നത് ഒഴിവാക്കാനായി ഞാൻ തന്നെ മുൻകൈയെടുത്തു. 33 മിനിറ്റുള്ള റോയ് കുര്യൻ്റെ പ്രാഞ്ചാഭിമുഖം 6 മിനിറ്റാക്കി ചുരുക്കി എഡിറ്റ് ചെയ്യിച്ച് ഒരുവിധം മനുഷ്യരെ കാണിക്കാവുന്ന വിധത്തിലാക്കി യൂട്യൂബിൽ കൊടുക്കാൻ ഏൽപ്പിച്ച് ഞാൻ പോന്നു. രാത്രിയായപ്പോൾ പ്രസ്തുത റിപ്പോർട്ടർ ഓടിക്കതിച്ച് വീട്ടിൽ വന്ന് അവർ ആ മുഴുവൻ അഭിമുഖവും കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു എന്ന് പറഞ്ഞു. നീയും കൂടി ചേർന്നാണ് കച്ചവടം എന്ന് കളിയാക്കി ഞാൻ റിപ്പോർട്ടറെ തിരിച്ചയച്ചു. അഡ്വാൻസ് വാങ്ങിയ പണം ഞാൻ എടുത്തു പോയിരുന്നു. 500,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി പോക്കറ്റിലിട്ടാണ് പിറ്റേന്ന് ഓഫീസിൽ പോയത്. ഇത്തരം അല്പന്മാരോട് ഏറ്റുമുട്ടി കളയാൻ ഇനി ആയുസ് അധികമില്ല എന്ന് നികേഷിനോട് പറഞ്ഞു. പതിപോലെ അദ്ദേഹം നെറ്റിയിൽ കൈവച്ച് കുനിഞ്ഞിരുന്നു. ഈ ആസന്ന വിപ്ലവം അട്ടിമറിക്കരുത് ബഷീറെ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് വർഷങ്ങളിലൂടെയുള്ള പരിചയം കൊണ്ടറിയാം. ഞാൻ പിൻവാങ്ങി. അധികം വൈകാതെ അടുത്ത സംഘർഷം രൂപം കൊണ്ടു. ഇത്തവണയും കഥാപാത്രം റോയി കുര്യൻ തന്നെ. അതിനകം അയാൾ എന്തിനോ ആസ്ട്ര മെഡിസിറ്റിയിൽ അഡ്മിറ്റായിരുന്നു. 8 വർഷം മുമ്പ് 2012 അയാൾക്ക് ഏതോ ബന്ധു വീട്ടിൽ വെച്ച് കൂട്ടയടി കിട്ടിയിരുന്നത്രേ. അന്നത്തെ പരിക്കുകളാണ് ഇന്നത്തെ രോഗാവസ്ഥയ്ക്ക് കാരണമെന്നും ബന്ധുക്കൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നുമാണ് അയാളുടെ പുതിയ ആഗ്രഹം. ഈ ആവശ്യം ഉന്നയിച്ച് അയാൾ മുഖ്യമന്ത്രിക്ക് എഴുതിയ ഒരു കത്തുമായി 2-ാമത്തെ സഹോദരൻ ജോസുകുട്ടി ഒരു ദിവസം നികേഷ് ഇല്ലാത്ത സമയത്ത് ഡെസ്കിൽ കയറി വന്നു. ഇത് വെബിലും ചാനലിലും വലിയ വാർത്തയായി കൊടുക്കണമെന്ന് അധികാരസ്വരത്തിൽ പറഞ്ഞു. ഈ കരിയർ പല വിധത്തിലുള്ള വാർത്താ കൗതുകങ്ങളെയും കണ്ടിട്ടുണ്ടെങ്കിലും ഈ മാതിരി അത്യപൂർവ ഐറ്റത്തെ ആദ്യം കാണുകയായിരുന്നു. എന്നിട്ട് ഞാൻ സമാധാനം കൈവിട്ടില്ല. ഇത് 2012 കേസല്ലേ, പരാതിയിലെ തീയതി ഇനിയും 3 ദിവസം കഴിഞ്ഞാണല്ലോ, മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കട്ടെ, നമുക്ക് വീശിക്കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ സഹോദരനെ തിരിച്ചയച്ചു. ഒപ്പം ഈ വാർത്ത എന്നോട് ചോദിക്കാതെ കൊടുക്കരുത് എന്ന് കാണിച്ച് ഡെസ്കിലെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വിട്ടു. പിന്നെ പല വഴിക്ക് ഈ വാർത്തയൊന്ന് വരുത്താൻ ശ്രമിച്ചെങ്കിലും നടക്കാതെയായി. അതോടെ ഈ സ്റ്റോറി കൊടുത്ത് റോയി കുര്യൻ്റെ ഹൃദയം കവരുക എന്ന പദ്ധതി പാളി. ചുരുങ്ങിയത് 25 ലക്ഷമാണ് അവർ റോയി കുര്യനിൽ നിന്നും പ്രതീക്ഷിച്ചത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. കലിമുത്ത് ജോസുകുട്ടി അയാളുടെ സെക്രട്ടറിയെ വിട്ട് റൂമിലേക്ക് വിളിപ്പിച്ചു. ഒട്ടും മര്യാദയില്ലാതാണ് സംസാരിച്ചത്. ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് അവരതുവരെ കേട്ടിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. അതവിടെ സംഭവിച്ചു. അതിനുശേഷം എന്നോട് മിണ്ടിയിട്ടില്ല. 3 പേരും കോറിഡോറിൽ വെച്ച് കണ്ടാൽ ഒഴിഞ്ഞു മാറും.
ഞാൻ ഡെസ്കിലുണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കും. പണി അറിയാവുന്ന 8-10 പേരെ കുരുക്കിട്ട് വലിച്ച് ഞാൻ കൂടെ കൂട്ടിയിരുന്നു. കപ്പൽ ഛേദം വന്ന അഴിമുഖം പോലെയായിരുന്നു അന്ന് റിപ്പോർട്ടർ ഡെസ്ക്. ചാനൽ സ്ക്രീനിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. വെബ്സൈറ്റ് ഏറെക്കുറെ നിലച്ച മട്ടായിരുന്നു. 20,000 രൂപ മാത്രം വരുമാനമുണ്ടായിരുന്ന സൈറ്റിനെ 3 മാസം കൊണ്ട് 18 ലക്ഷം രൂപയുടെ വരുമാനത്തിൽ എത്തിച്ചത് ആ സംഘമായിരുന്നു. അവരുണ്ടാക്കിയ വലിയ എൻഗേജ്മെന്റ് ബലത്തിലാണ് റിപ്പോർട്ടർ ഒന്ന് എണീറ്റ് നിന്നത്. ബ്രദേഴ്സിന്റെ കസരത്ത് കാരണം അവരുടെ എല്ലാം സ്വസ്ഥത കിട്ടും. ഇനി ചില സുഹൃത്തുക്കൾ ഉന്നയിച്ച ചോദ്യത്തിലേക്ക് വരാം. മുട്ടിൽ മരമുറി കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ പങ്ക് എന്താണ്? എനിക്ക് ഉറപ്പിച്ചു പറയാവുന്ന കാര്യം ഇതാണ്. കാട്ടുകൊള്ളയിലേക്ക് നയിച്ച ഗൂഢാലോചനയിൽ നികേഷ് കുമാർ പങ്കെടുക്കുകയോ കൊള്ളയുടെ പങ്ക് പറ്റുകയോ ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ക്രിമിനലുകളുടെ ഗൂഢാലോചനയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നും ഞാൻ കരുതുന്നില്ല. നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ക്രിമിനലുകളാണ് അവർ. സമാന്തരമായി ഈ ഗൂഢാലോചന നടത്തുമ്പോൾ അവർ റിപ്പോർട്ടർ ചാനലിൽ സജീവമായി ഇടപെട്ടിരുന്നു. റിപ്പോർട്ടറിന്റെ പേരും സൗകര്യങ്ങളും അവർ ദുരുപയോഗം ചെയ്തിരുന്നു. റിപ്പോർട്ടറിന്റെ ചെയർമാൻ എന്ന ഇല്ലാ പദവി പറഞ്ഞ് റോജിൻ അഗസ്റ്റിൻ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നേരത്തെ കോതമംഗലത്ത് പോയ അതേ റിപ്പോർട്ടറെ അഗസ്റ്റിൻ സഹോദരന്മാരുടെ കാറിൽ കയറ്റി വയനാട്ടിൽ കൊണ്ടുപോവുകയും അവർ പറയുന്ന പോലെ വാർത്തകൾ ചെയ്യിക്കുകയും ചെയ്തിരുന്നു. കേസാവുകയും ഒളിവിലേക്ക് പോവുകയും ചെയ്യുന്നത് തൊട്ടു മുമ്പ് വരെ അവർ റിപ്പോർട്ടർ ചാനലിൽ വരാറുണ്ടായിരുന്നു എന്നറിയാം. ഇത്രയുമാണ് എനിക്കറിയാവുന്നത്. 7 മാസം കൊണ്ട് ചാനലിൻ്റെ എഡിറ്റർ സ്ഥാനം ഉപേക്ഷിക്കാനുള്ള കാരണം പറയാൻ നിർബന്ധിച്ചവരോട് റിപ്പോർട്ടർ ചാനലിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള എൻ്റെ ചില പരിഭവങ്ങൾ എന്ന് മാത്രമേ ഞാനൊന്ന് പറഞ്ഞുള്ളൂ. അതിതായിരുന്നു. ഒരു ന്യൂസ് റൂമിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയം ഇപ്പോഴും ബാക്കിയുള്ളവരുണ്ടാകും. സംഭവിക്കും. സ്ഥാപനത്തിന് പണം മുടക്കുന്നവർ സാമ്പത്തിക ക്രിമിനലുകളായിരിക്കുകയും മാധ്യമപ്രവർത്തകർ അവർക്ക് മുന്നിൽ നിസ്സഹായരാവുകയും ചെയ്താൽ ഇതുതന്നെ സംഭവിക്കും. ഏതൊരു കച്ചവട സ്ഥാപനവും പോലെയാണ് അവർക്ക് ന്യൂസ് റൂമുകളും. അവർ വ്യാജവാറ്റ് കേന്ദ്രങ്ങൾക്ക് മഹാത്മാഗാന്ധി വിലാസം മധുശാല എന്ന് പേരിടും. അവർ അവരുടെ പുതിയ റിപ്പോർട്ടർ ചാനലിനെ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ് ലൈൻ എഴുതും. നല്ല മാധ്യമപ്രവർത്തകർ ജീവിതം പകരം നൽകിയുണ്ടാക്കുന്ന ക്രെഡിബിലിറ്റിയെ അവർ അവരുടെ നിയമലംഘനങ്ങൾക്ക് മറയാക്കും. 1-2 കോടി രൂപ നികേഷിന് കൈവായ്പ നൽകിയതിൻ്റെ പുറത്ത് അന്ന് എന്നോട് അത്രയും പരാക്രമം കാണിക്കാമെങ്കിൽ പൂർണ്ണ ഉടമസ്ഥരായ സ്ഥിതിക്ക് അവരിപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാകും എന്ന് ഊഹിക്കാൻ കഴിയും. അവർ ഉണ്ണി ബാലകൃഷ്ണന് ജേർണലിസം ലെക്ചർ കൊടുക്കുന്നുണ്ടാകും. അവർ റിപ്പോർട്ടർമാർക്ക് നേരിട്ട് അസൈൻമെൻറ്റ് നൽകുന്നുണ്ടാവും. അവർ മുന്തിയ തലക്കെട്ടുകൾ നിർദ്ദേശിക്കുന്നുണ്ടാവും. നിങ്ങളറിയാതെ അവർ നിങ്ങളെ വിറ്റ് കാശാക്കിയിട്ടുണ്ടാകും. ഇത്രയും എഴുതിയത് ആരെയും ഇകഴ്ത്തിക്കെട്ടാനല്ല. അടിസ്ഥാനപരമായി ഒരു മാധ്യമ സ്ഥാപനത്തിന് വിശ്വസനീയത ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരുടെ വിശ്വാസ്യതയാണ് എന്ന് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനാണ്. പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ കുറിപ്പ് MB ബഷീർ എഴുതിയത് 2023 ജൂലൈയിലാണ്. അത് കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിരിക്കുന്നു. MB ബഷീർ റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ നികേഷ് കുമാർ ആയിരുന്നു മുതലാളി. 2-3 കോടി രൂപ വായ്പ കൊടുത്തിട്ട് അതിൻ്റെ അധികാരത്തിലായിരുന്നു റിപ്പോർട്ടർ മുതലാളിമാർ ഈ പരാക്രമമൊക്കെ കാണിച്ചത്. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ ഇവർ തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ എന്താണ് മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നടക്കുന്നത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാട് വെറുത്ത പിണറായിക്ക് വേണ്ടി ഇവർ ഓശാന പാടിയത് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആകെ മനസ്സിലാവാത്തത് ഒറ്റ കാര്യമാണ്. സ്മൃതി പരുത്തിക്കാടും മാധവും എന്തിനാണ് ഈ തട്ടിപ്പ് സങ്കേതത്തിൽ പോയി കുത്തിയിരിക്കുന്നത് എന്നതും അരുൺകുമാർ ഇത്രയും വികല മനസ്സും വികല സ്വഭാവവും വികല സാമ്പത്തിക താല്പര്യവുമുള്ള ഒരു വൃത്തികെട്ടവനാണോ എന്ന് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ചോദ്യവും മാത്രം ബാക്കി.